ഐ ജസ്റ്റ് ഫിനിഷ് വാച്ചിങ് മനോരഥങ്ങൾ. മലയാളത്തിലെ എക്കാലത്തെ മികച്ച എഴുത്തുകാരിൽ ഒരാളായ ദ ആബ്സല്യൂട്ട് ലെജൻഡ് റൈറ്റർ MT വാസുദേവൻ നായരുടെ 9 ചെറുകഥകൾ ചേർത്തിട്ടാണ് ഈ ആന്തോളജി സീരീസ് ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രിയദർശനാണ് ഇതിന്റെ ഷോ റണ്ണർ. ഇതിലെ 9 എപ്പിസോഡുകൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഓർഡറിൽ വേഴ്സ്റ്റ് ടു ബെസ്റ്റ് എന്ന രീതിയിൽ ഞാൻ റേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ദ 9th ആൻഡ് ലാസ്റ്റ് വൺ ഈസ് വിൽപ്പന. ആസിഫ് അലി മധുവാലയാണ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഡയറക്ടർ അശ്വതി വി നായർ. ദിസ് വാസ് ടു ബോറിംഗ് ആൻഡ് വെരി ഡ്രാമാറ്റിക്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. നെക്സ്റ്റ് വൺ ഈസ് അഭയം തേടി വീണ്ടും. ഡയറക്ടർ സന്തോഷ് ശിവൻ. ഇതിൽ സിദ്ദീഖാണ് മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം കറക്റ്റായിട്ട് ഓഡിയൻസിലേക്ക് എത്തിയിട്ടില്ല, അല്ലെങ്കിൽ കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇതിൽ എന്താണ് സംഭവിച്ചത്, അവർ ഈ കഥ കൊണ്ട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഇതിന് 8th പൊസിഷൻ നൽകിയിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ 7ാം സ്ഥാനം ഈ സീരീസിന്റെ ഷോറണ്ണർ കൂടിയായ പ്രിയദർശൻ തന്നെ ഡയറക്റ്റ് ചെയ്ത ലാലേട്ടനും ദുർഗയും അഭിനയിച്ച ഓളവും തീരവും. ഇതിന്റെ ആർട്ട് മേക്കിംഗ്, അതുപോലെ ലാലേട്ടനും ദുർഗയും തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ നന്നായിട്ടുണ്ടെങ്കിൽ പോലും ഇതിന്റെ സ്റ്റോറി എനിക്ക് ഒട്ടും വർക്കായില്ല. അതുകൊണ്ട് ഇതിന് 7th പൊസിഷൻ. 6th വൺ ഈസ് കടൽക്കാറ്റ്. ഡയറക്റ്റഡ് ബൈ രതീഷ് അമ്പാട്ട്. ഇന്ദ്രജിത്ത്, ആനഗസ്റ്റിൻ, അപർണ ബാലമുരളി ഇവരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് പറഞ്ഞ് പഴകിയ കഥയാണെങ്കിൽ പോലും അത് നല്ല രീതിയിൽ ഇത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഇതിലെ പെർഫോമൻസസും എല്ലാം നന്നായിരുന്നു. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നു. 5th വൺ ഈസ് സ്വർഗം തുറക്കുന്ന സമയം. ജയരാജാണ് ഡയറക്ടർ. ഇന്ദ്രൻസും നെടുമുടിവേടുമാണ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് മുന്നേ എഴുതിയ കഥയാണെങ്കിൽ പോലും ഈ കാലഘട്ടത്തിലും ഇതിൽ സമകാലിക പ്രസക്തി ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഈ കഥ കണക്ട് ആയി. അതുകൊണ്ട് ഇതും നല്ലൊരു സ്റ്റോറിയാണ്. 4th വൺ ഈസ് ഷെർലക്. ഫഹദ് ഫാസിൽ അഭിനയിച്ച് മഹേഷ് നാരായണൻ ഡയറക്ട് ചെയ്ത സെഗ്മെന്റ്. ഇതിന്റെ കഥ വായിച്ചവർ പറഞ്ഞത് ഇത് ഒരിക്കലും സിനിമാറ്റിക്കലി വർക്കൗട്ട് ആവില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഫോർ മീ അവരുടെ ഒരു മേക്കിങ്ങും അവരുടെ പെർഫോമൻസും എല്ലാം കാരണം അവർ പറയാൻ ഉദ്ദേശിച്ച കാര്യം നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അത് സക്സസ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് തന്നെ ആയിരുന്നു ഞാൻ പറയും. ദ 3rd വൺ ഇൻ ദിസ് ലിസ്റ്റ് ഈസ് കാഴ്ച. ഡയറക്റ്റഡ് ബൈ ശ്യാമപ്രസാദ്. പാർവതിയാണ് ഇതിൽ ലീഡ് ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതും ഒരുപാട് പറഞ്ഞു പഴകിയ കഥയാണെങ്കിൽ പോലും ഇതിന്റെ പ്രസന്റേഷനും ഇതിന്റെ മേക്കിംഗും എല്ലാം കാരണം നല്ല രീതിയിൽ തന്നെ ഇത് പ്രേക്ഷകരിലേക്ക് കണക്ട് ആവുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. പറയാൻ ഉദ്ദേശിച്ച കാര്യം നല്ല ഫീലോട് കൂടി തന്നെ അവർ പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ സീരീസിലെ 2nd ബെസ്റ്റ് വൺ ഈസ് കടുകന്നാവ ഒരു യാത്രാക്കുറിപ്പ്. ഡയറക്റ്റഡ് ബൈ രഞ്ജിത്ത്. മമ്മൂക്കയാണ് ഇതിലെ മെയിൻ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ കഥ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായി. പ്രത്യേകിച്ച് ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ നല്ലൊരു ഫീൽ തന്നിട്ടാണ് അവസാനിപ്പിച്ചത്. ആ ഒരു രീതിയിൽ തന്നെ അവസാനിപ്പിച്ചത് എനിക്ക് എന്തുകൊണ്ടും ഉചിതമായി തോന്നി. ഇതും ഞാൻ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നു. കുറച്ചുണ്ടായിരുന്നുള്ളെങ്കിലും നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആൻഡ് ഫൈനലി ദ ബെസ്റ്റ് സെഗ്മെന്റ് ഇൻ ദിസ് സീരീസ്, ശിലാലിഖിതം. ഡയറക്റ്റഡ് ബൈ പ്രിയദർശൻ ഹിംസെൽഫ്. ഓളവും തീരവും കണ്ടപ്പോൾ കുറച്ചുകൂടി നല്ല സ്റ്റോറി എടുക്കാമായിരുന്നു എനിക്ക് തോന്നി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിൽ ഒരു സെഗ്മെന്റ് കൂടി പ്രിയദർശൻ ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന്. ഇതിലെ റോള് മമ്മൂക്കൊക്കെ വന്നതായിരുന്നു ഞാൻ കേട്ടത്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇതിൽ ലാലേട്ടനെ പ്ലേസ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി. ഒരു വിന്റേജ് ലാലേട്ടനെ നമുക്ക് കാണാമായിരുന്നു. പുള്ളിക്കാരന് പറ്റിയ റോളായിരുന്നു അത്. ഇങ്ങനത്തെ ഒരു റോളിൽ ലാലേട്ടനെ കണ്ടിട്ട് കുറെ കാലമായി. ബട്ട് സ്റ്റിൽ ബിജു മേനോൻ ഇത് നല്ല രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ക്ലൈമാക്സ് ഒക്കെ ഒരു മിസ്റ്ററി ആയിട്ട് തന്നെ അവർ അവസാനിപ്പിച്ചത്. ഈ 9 സെഗ്മെന്റുകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശിലാലിഖിതമാണ്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനോരഥങ്ങൾ ഒരു മസ്റ്റ് വാച്ച് സീരീസ് ഒന്നും അല്ല. പക്ഷേ MT വാസുദേവൻ നായർ എന്ന ലെജൻഡറി റൈറ്റർക്ക് വേണ്ടി ഒരു ട്രിബ്യൂട്ട് എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്കിത് കാണാം.